ഹായ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിന്ന് പാലക്കാടേക്ക് പോവുകയാണ്, ലീവുള്ള ദിവസം. ഇപ്പോൾ ട്രെയിന് തിരുനാവായ എത്തിയിട്ടോ. തിരുനാവായ സ്റ്റേഷനിൽ എത്തുന്നതിൻ്റെ മുന്നേ ആയിട്ട് ഉണ്ടാവും താമരക്കുളം കാണാം കേട്ടോ. രണ്ട് സൈഡിലും, ട്രാക്കിൻ്റെ രണ്ട് സൈഡിലും താമരക്കുളം കേട്ടോ. വിശാലമായിട്ട് കിടക്കുകയാണ്. ഇത് വളർത്തുന്ന സ്ഥലമാണെന്നാണ് തോന്നുന്നത്. ഇത് തോണിയൊക്കെ തുഴഞ്ഞ ആളുകൾ പോകുന്നത് കാണാം കേട്ടോ. ഇത് വന്ന് കാണേണ്ട സ്ഥലമാണ്. എന്താ പറയുക, ഒരു ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ അത്. പിന്നെ എനിക്ക് അടുത്ത് എടുക്കാൻ പറ്റിയില്ല, സൂം ചെയ്ത് എടുക്കാൻ, വീഡിയോ ക്ലിയർ ആയിട്ട് എടുക്കാൻ പറ്റിയില്ല. എന്ത് രസം അറിയോ, അങ്ങനെ കണ്ടിരുന്നോ. ഇപ്പോൾ നമ്മൾ പട്ടാമ്പിയൊക്കെ എത്താറായിട്ടോ. ഇപ്പോൾ പട്ടാമ്പി പാലക്കാട് എത്താറാകുമ്പോൾ തന്നെ ഈ ഒരു നെൽപ്പാടങ്ങളുടെ ഒരു ഭംഗി, ഇത് പാലക്കാടിൻ്റെ മുഖമുദ്രയാണല്ലോ അല്ലേ. അപ്പം ഇപ്പം വയലിലൊക്കെ കൊയ്ത്തുകാലാണ്. പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ കൊയ്ത്തിട്ട് ആ കറ്റ നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടാണല്ലോ മെതിക്കല്ല. ഇപ്പം അങ്ങനെയല്ലല്ലോ. ഇപ്പം എല്ലാം മെഷീനിലല്ലേ ചെയ്യുന്നതല്ലേ. മെഷീനിൽ മെതിയെല്ലാം കഴിഞ്ഞിട്ട് വൈക്കോല് അവിടെ കെട്ടാക്കിയിടും. കണ്ടില്ലേ, പാടത്തെല്ലാം വൈക്കോലിൻ്റെ കെട്ടുകളാണ്. എൻ്റെ വീട്ടിലൊക്കെയാണെങ്കിൽ കുട്ടിക്കാലത്ത് അന്ന് ഞങ്ങൾ വീട്ടിൽ കൊണ്ടുപോയിട്ട് ആ ഒരു മെതിച്ച ഓർമ്മയൊക്കെ എപ്പോഴും വരും. ഞങ്ങൾ കുട്ടികളും കൂടി സഹായിക്കുക എന്നൊക്കെ. ആ ഒരു ഓർമ്മകളൊക്കെ, കുട്ടിക്കാലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റി പറയാൻ വാക്കുകളില്ല. അപ്പം ഇന്ന് നമ്മൾ പോകുന്നത് ഒരു വാട്ടർ ടാങ്കിൻ്റെ സ്റ്റാൻഡ് ഉണ്ടാക്കണം. അപ്പോൾ അതിൻ്റെ കമ്പി വാങ്ങിക്കണം, പെയിൻ്റ് അടിക്കണം. അതിനാണ് ഇപ്പോൾ ഇന്ന് പോകുന്നത് കേട്ടോ. അപ്പോൾ നാളെ അതിൻ്റെ ജോലിക്കാർ വരും, അവരുണ്ടാക്കുന്ന ആളുകൾ. അപ്പോഴേക്കും നമുക്കിന്ന് പെയിൻ്റ് അടിക്കണം. അതിനാണ് ഇന്ന് പോകുന്നത് കേട്ടോ. ഇപ്പോൾ വീട്ടിലെത്തിയിട്ടോ. ഇനി പെട്ടെന്ന് ഭക്ഷണം ഉണ്ടാക്കാൻ വിചാരിച്ചു. ചില ദിവസം ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവരും, ചില ദിവസം ഇവിടെ വന്നിട്ടുണ്ടാക്കും. അങ്ങനെയാണ്. അപ്പം പിന്നെ സാമ്പാറും ചപ്പാത്തി ഉപ്പേരിയൊക്കെ ഉണ്ടാക്കി പെട്ടെന്ന് വഴിയിൽ നിന്ന്. പിന്നെ ഒരു വേഗം വേകുന്ന കപ്പ കണ്ടിരുന്നു, അപ്പോൾ അത് വാങ്ങി വെച്ചു. കപ്പ എനിക്കിഷ്ടമാണ്. അപ്പം ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ജോലി തുടങ്ങാൻ വിചാരിച്ചു. അപ്പോഴേക്കേ കമ്പി വരുള്ളൂ. കമ്പി ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം കമ്പി വന്നു. പിന്നെ ഇന്ന് മുഴുവൻ ഇതിൻ്റെ വർക്ക് തന്നെയായിരുന്നു കേട്ടോ. ഈ കമ്പികൾ മൊത്തത്തിൽ പെയിൻ്റ് അടിച്ച് നാളെ രാവിലെ തന്നെ പണിക്കാർ വരും. അപ്പോഴേക്കും എല്ലാം പെയിൻ്റ് അടിച്ച് തീർക്കുകയാണ്. അപ്പോൾ പണിക്കാർ വന്ന് ജോലി തുടങ്ങിയിട്ട് രാവിലെ തന്നെ. അവർ 2 പേരുണ്ടായിരുന്നു. ഇന്ന് വൈകുന്നേരം തന്നെ തീർത്തു തരാമെന്നാണ് അവർ പറഞ്ഞത് കേട്ടോ. അപ്പം ഇപ്പോൾ ഉച്ച കഴിഞ്ഞു. ഇപ്പം ഏകദേശം ഇത്രയൊക്കെ ആയിട്ടുണ്ട്. പിന്നെ ഈ മെയിൻ പണിയെടുക്കുന്ന ആൾ സദ്ദാമാണ് കേട്ടോ. അത് അവരുടെ പേര് കല്ലടിക്കോടാണെന്നാണ് എൻ്റെ ഓർമ്മ. ഇപ്പോൾ ഒരു 3:30 ആകുമ്പോഴേക്ക് പണിക്കാർ പോയി കഴിഞ്ഞു. അപ്പം നമ്മൾ അത് കഴിഞ്ഞ ശേഷം ഡ്രിപ്പിൻ്റെ പണിക്ക് പോയിട്ടോ. പറമ്പിൽ ഡ്രിപ്പിൻ്റെ കുറച്ച് വർക്കൊക്കെ ചെയ്തു വന്നു. അപ്പോൾ തിരിച്ച് വീട്ടിലെത്തി. ഇപ്പോൾ അപ്പുറത്തെ വീട്ടിലൊരു നായ കേട്ടോ, അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുന്നത് കാണാം. വരും, പക്ഷേ കുരയ്ക്കൊന്നുമില്ല കേട്ടോ. നല്ല ഇണക്കാണ്. അവിടെ അങ്ങനെ വന്ന് നിൽക്കും. കുറച്ച് നേരം നിന്നിട്ട് അവിടെ തിരിച്ചു പോവും. ഞാൻ വരുന്ന ദിവസങ്ങളിലൊക്കെ എന്നെ കാണാറുണ്ട്. ഒന്നും ചെയ്യൂല, അതടുത്ത് വന്ന് ഇങ്ങനെ നിൽക്കും, പിന്നെ അങ്ങോട്ട് പോവും. എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ വീടിൻ്റെ മുന്നത്തെ ഉണ്ണികൃഷ്ണൻ്റെ വീട്ടിലെ നായയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതാ ഓടിപ്പോയിട്ടോ. ഇനി വൈകുന്നേരത്തെ വിറക് ജോലിയാണ് കേട്ടോ. അപ്പോൾ അതാണിപ്പോൾ പരിപാടി. ഇനി രാത്രി നമ്മുടെ ഓൺലൈൻ ക്ലാസ് ആണ് കേട്ടോ. അതായത് ഞാൻ അബാക്കസ് എന്ന കോഴ്സ് പഠിപ്പിക്കുന്ന ടീച്ചറാണ്. അപ്പോൾ അതിൻ്റെ ക്ലാസ് ഞാൻ ഓൺലൈനിൽ എടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഹസ്ബൻഡ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് പഠിപ്പിക്കുന്ന അധ്യാപകനാണ് കേട്ടോ, സ്കൂളുകളിൽ. നാളെ രാവിലെ ഒരു ക്ഷേത്രത്തിൽ പോകാനുണ്ട് കേട്ടോ. വയങ്കാവ് ദേവി ക്ഷേത്രമാണ്. അപ്പം ആ ക്ഷേത്രത്തിൻ്റെ പേരിലാണ് ഈ സ്ഥലം മുഴുവൻ അറിയപ്പെടുന്നത് കേട്ടോ. അവിടുത്തെ പൂരമൊക്കെ നല്ല കെങ്കേയമാണ്. 10 ആനകളൊക്കെ നിൽക്കുന്ന പൂരമാണ് കേട്ടോ. അത് ഞങ്ങൾ ഈ വർഷം വന്നപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ വേറൊരു വീഡിയോയിൽ കാണിക്കാം കേട്ടോ. ഈ പപ്പായ കാക്ക കൊത്താൻ പോയിരുന്നു കേട്ടോ. അപ്പം എൻ്റെ അയൽവാസിയാണ് രമണീച്ചി. അപ്പോൾ രമണീച്ചി കണ്ടതുകൊണ്ട് ഇപ്പോൾ അത് കൊത്തണേൻ്റെ മുന്നേ അവിടെ കിട്ടി. ഞാൻ കണ്ടില്ലായിരുന്നു അത്. അപ്പോൾ വേഗം കൊണ്ട് തന്നതാണ്. പിന്നെ ഇപ്പോൾ സമയം 9:30 ഒക്കെ ആയി. ഈ ഗിഫ്റ്റ് ഞങ്ങളുടെ കല്യാണത്തിന് ഒരു സ്റ്റുഡൻറ്റ് തന്നതാണ് കേട്ടോ, മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഗിഫ്റ്റ്.
ഇതാണ് വായങ്കാവ് ദേവീക്ഷേത്രം കേട്ടോ. ഇവിടെ അന്ന് ഈ ഭാഗങ്ങളിൽ നിന്നൊക്കെ ഒരു 5-6 ഇടങ്ങളിൽ നിന്ന് ഇതിൻ്റെ ഓരോ ഗ്രാമത്തിൻ്റെ ഓരോ ഭാഗങ്ങളിൽ നിന്നും വരുന്ന എഴുന്നള്ളിപ്പുകളെല്ലാം കൂടി സംഗമിക്കുന്നത് ഈ ക്ഷേത്രത്തിലാണ് കേട്ടോ. അപ്പം അത്രയൊരു പ്രാധാന്യമുള്ള ക്ഷേത്രമാണിത്. അന്ന് ഇവിടെ അത് നമുക്ക് വേറൊരു വീഡിയോ തന്നെ കാണാം കേട്ടോ. അത്രയും വലിയൊരു പ്രോഗ്രാമായിരുന്നു അത്. ഞാൻ അത്ര വലിയ പരിപാടിയൊന്നും ഞങ്ങളുടെ നാട്ടിൽ കണ്ടിട്ടില്ല. നല്ലൊരു അനുഭവമായിരുന്നു ആ പൂരം. അപ്പോൾ നമ്മൾ ഇന്ന് വൈകുന്നേരം 3:30 ട്രെയിനിന് പോവുകയാണ് കേട്ടോ. വീട്ടിലേക്ക് കോഴിക്കോട്ടേക്ക് പോവുകയാണ്. നമ്മുടെ ലീവ് കഴിഞ്ഞു. നാളെ നമുക്ക് ക്ലാസ് ഉണ്ട്. അപ്പം പെട്ടെന്ന് തന്നെ വീട്ടിൽ പോയിട്ട് കുറച്ച് ജോലി കൂടി തീർക്കാനുണ്ട്. ഈ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ വലിയൊരു ഗ്രൗണ്ടാണ്. അപ്പോൾ ആ ഗ്രൗണ്ടിലാണ് നേരത്തെ ഞാൻ പറഞ്ഞ ആ എഴുന്നള്ളിപ്പുകളെല്ലാം കൂടി വന്ന് നിൽക്കുക കേട്ടോ. എന്നിട്ട് ഈ 10 ആനകളും കൂടി മുന്നിൽ ഈ ദേവിയുടെ മുന്നിൽ വന്ന് നിൽക്കുന്ന പോലെ ഈ ഒരു ഗ്രൗണ്ടിൻ്റെ മുന്നിലായിട്ട് ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്ത് വന്നിട്ട് വരിയായിട്ട് നിൽക്കും. അപ്പോൾ അതൊക്കെയാണ് പൂരത്തിൻ്റെ വിശേഷങ്ങൾ. തിരിച്ച് വീട്ടിലെത്തിയിട്ടോ. അപ്പോൾ ഇന്ന് നല്ലൊരു കാറ്റുള്ള ദിവസമാണ് കേട്ടോ. പിന്നെ എന്താ പറയുക, നല്ലൊരു ദിവസം. നമ്മൾ അമ്പലത്തിൽ പോയാൽ തന്നെ നമുക്ക് അന്നത്തെ ദിവസം അത്രയും ഒരു സന്തോഷം തോന്നല്ലോ അല്ലേ. അന്ന് മുഴുവൻ നമ്മുടെ മനസ്സിൽ ആ ഒരു ഫീലായിരിക്കും. ഇപ്പോൾ ഞാൻ കൊടപ്പുളിയുടെ അടുത്ത് നിൽക്കുകയാണ് കേട്ടോ. കൊടപ്പുളി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തന്നില്ലായിരുന്നോ. ഇതിൻ്റെ ഒരു പ്രത്യേകത എനിക്ക് നല്ല ഇഷ്ടമാണ് ഇതിൻ്റെ ഉള്ളിൽ വന്ന് നിൽക്കാൻ. കാരണം ഇതിങ്ങനെ കുട നിവർത്തി വെച്ച പോലെയാണ് ഇതിൻ്റെ ഉള്ളിൽ അടുത്ത് പോയി നിന്നാൽ. കണ്ട ഇല ഇങ്ങനെ താഴെ വരെ തൊട്ട് നിൽക്കും. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കുടേൻ്റെ ഉള്ളിൽ നമ്മൾ ഇങ്ങനെ കയറി നിൽക്കുന്ന പോലെ തോന്നും. അത്രയും താഴെ വരെ ഇല നിൽക്കുന്നുണ്ടല്ലേ. അങ്ങനെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നിൽക്കുന്ന പോലെ നല്ലൊരു ഇലകളുടെ ഒരു കൂമ്പാരാണ് കേട്ടോ. താഴെ ഇന്നലത്തെ സ്റ്റാൻഡിൻ്റെ കുറച്ചുകൂടി പെയിൻറ്റ് ചെയ്യാനുണ്ട്. അപ്പം സ്നേഹട്ടൻ പെയിൻറ്റിങ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കാരണം അത് കഴിഞ്ഞിട്ട് പോകാനാകുമ്പോഴേക്ക് തീർക്കണമല്ലോ. അപ്പം പണിയെടുക്കണവരിങ്ങനെ പണിയെടുത്തുകൊണ്ടിരിക്കും, അല്ലാത്തവരിങ്ങനെ കാറ്റും കൊണ്ട് നടക്കും. അതാണ് ഇപ്പോൾ ഇന്ന് മനസ്സിലാക്കാനുള്ളത്. എന്താ ചെയ്യുക. ഇപ്പോൾ ഒരു സൈഡ് ചെയ്ത് കഴിഞ്ഞ് മറ്റേ ഭാഗത്തേക്ക് പെയിൻ്റ് അടിക്കാൻ അത് മറിക്കുകയാണ് കേട്ടോ സ്റ്റാൻഡ്. ഞാൻ അതിൻ്റെ കൂടെ പറന്ന് പോകുന്നതാണ് ഇപ്പം. ഇന്നിപ്പോൾ ഭയങ്കര കാറ്റ് തന്നെയാണ് കേട്ടോ. അത് ചില ദിവസം മാത്രമേ ഉള്ളൂ. അതായത് കടലിലൊക്കെ പോയ പോലെ ഒരു 2 മിനിറ്റ് സൈലൻ്റ് ആയിരിക്കും. അത് കഴിഞ്ഞ് അതിൻ്റെ തിര വരുന്ന പോലെ ഭയങ്കരമായിട്ട് ഇങ്ങോട്ട് വരും. വീണ്ടും അത് പോയി കഴിഞ്ഞ് സൈലൻ്റ്. വീണ്ടും അടുത്ത തിര വരുന്ന പോലെ കൊടുങ്കാറ്റ് അങ്ങോട്ട് വീശും. അങ്ങനെയാണ് ഇപ്പോൾ ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ നമ്മളിന്ന് ജോലിയെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടോ. ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷൻ. ഈ സ്ഥലം കാണുമ്പം ഏതൊരു മലയാളികളുടെ മനസ്സിൽ വരുന്ന ഒരു സീൻ എന്തായിരിക്കും? ജയകൃഷ്ണൻ ക്ലാരയെ അവസാനമായിട്ട് കാണുന്ന ആ ഒരു സീനിലെ തൂവാനത്തുമ്പികളിലെ മോഹൻലാലിൻ്റെ ആ ഒരു മൂവി അല്ലേ എല്ലാവർക്കും ഓർമ്മ വരിക. ഇപ്പോൾ 3:45 4 മണിക്കാണ് നമ്മൾ ട്രെയിൻ വരുന്നത്. കണ്ണൂർ എക്സ്പ്രസ് ആണ് കേട്ടോ നമ്മൾ പോകുന്നത്. कोयंबटूर कन्नूर एक्सप्रेस जिसके आने का संकेत हो चुका है, थोड़ी ही देर में प्लेटफॉर्म क्रमांक 2 पर आएगी। അപ്പോൾ ട്രെയിനിൽ കയറി ഇപ്പോൾ കുറ്റിപ്പുറം കഴിഞ്ഞു കേട്ടോ. വൈകുന്നേരത്തെ വെയിലിൽ ഭാരതപ്പുഴ കണ്ടില്ലേ, അതിൻ്റെ ആ ഭംഗി കണ്ടോ, പുഴ നിൽക്കുന്നത് എന്തൊരു ഭംഗിയല്ലേ. അപ്പോൾ മനോഹരമായൊരു കാഴ്ച കൂടി ഇന്ന് കാണാൻ പറ്റിയിട്ടോ. ഇത് കടലുണ്ടിയാണ് കേട്ടോ, നമ്മുടെ നാടിൻ്റെ തൊട്ടടുത്ത സ്ഥലം. അഴിമുഖം, കടലും പുഴയും ചേരുന്ന സ്ഥലം. അപ്പോൾ വൈകുന്നേര സമയത്ത് ഈ ഒരു കാഴ്ച കൂടി ഇന്ന് കാണാൻ പറ്റി.
നല്ല എന്താ കണ്ടിരുന്നു പോവല്ലേ, അത്രയും മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് വേറൊരു വീഡിയോയിൽ ഇനി പാലക്കാട് പോകുമ്പോൾ അടുത്ത വീഡിയോയിൽ വരാം കേട്ടോ. നമ്മുടെ ചാനൽ കണ്ടു പോകുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമ്മളതിന് സപ്പോർട്ട് ചെയ്യണേ.